നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമ്പാട്ടുകോണം ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. നേരെ നോക്കുന്ന ഡയറക്ഷൻ തിരുവനന്തപുരം ഭാഗത്തോട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ തിരിഞ്ഞ് ഇടത്തോട്ട് പിന്നെ നമ്മൾ ചാത്തന്നൂർ വരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്തുള്ളത്. തിരുവനന്തപുരം ഭാഗത്തോട്ടുള്ള വർക്കുകൾ പണി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഭയങ്കര സ്പീഡിലൊന്നും വർക്കില്ല. നമ്മളിപ്പോൾ ഉള്ളത് കടമ്പാട്ടുകോണം ഭാഗത്തായിട്ടാണ്. നേരെ ശിവാലയ കമ്പനിയുടെ റീച്ച് ആരംഭിക്കുന്ന ഭാഗത്തോട്ട് എത്തും. അതിൻ്റെ ഒരു വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം ദാണ്ട് ഈ ഒരു ഭാഗത്ത് ആ ഒരു കാറ് വന്ന് നിൽക്കുന്ന ഭാഗത്തായിട്ട് വലത്തേ സൈഡിൽ ഇച്ചിരി ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലുള്ളൊരു സ്ഥലമാണ്. രാത്രികാലങ്ങളിൽ വരുന്നവർക്ക്, പകൽ വരുവാണെങ്കിൽ നമുക്ക് വാഹനങ്ങൾ എപ്പോഴും ഉള്ളതുകൊണ്ട് അവിടെ വന്ന് ബ്രേക്ക് ഇട്ട് നിർത്തി പുറകിന് വരുന്ന വാഹനത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്തോ സ്ലോ ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രാത്രി കാലത്ത് വരുമ്പം വാഹനങ്ങൾ കുറവായിരിക്കും. അപ്പം രാത്രി കാലങ്ങളിൽ വരുമ്പം ബൈക്കിൽ വരുന്നവർ ആ ഒരു സ്ഥലം പ്രത്യേകം ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക. ചിലപ്പം സ്കിഡായി മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. വീഡിയോ ഇച്ചിരി സ്ലോവിലാണ് വിടുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റാണ്. അപ്പം കുറച്ച് സ്പീഡിലായിട്ടാണ് വിടുന്നത്. ഇപ്രാവശ്യം നമ്മൾ പണികൾ ഏകദേശമൊക്കെ ഇങ്ങനെ പൂർത്തിയായി വരികയാണ്. അതുകൊണ്ട് കുറച്ച് സ്ലോവിലാണ് പോകുന്നത്. അപ്പം നാട് മിസ് ചെയ്യുന്ന പ്രവാസി സുഹൃത്തുക്കൾക്ക് നമ്മൾ സ്പീഡിൽ വിടുന്നില്ല, കുറച്ചൊക്കെ ഇങ്ങനെ പെതുക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് ആദ്യം കൊല്ലം ജില്ലയിലോട്ട് കയറുമ്പം നമ്മളിപ്പം ആ KSRTC പോകുന്നതാണ് ആദ്യത്തെ എക്സിറ്റ് റോഡാണ്. ഇതുവഴി എൻട്രി ഇല്ല. എൻട്രി അങ്ങനെ ചെയ്യുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എൻട്രി ചെയ്യാനുള്ള സാഹചര്യം ഒരിക്കലും കാണത്തില്ല. ചിലപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വാഹനങ്ങളൊക്കെ ഇടിച്ച് തെറിപ്പിക്കും. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഈ എക്സിറ്റ് എടുത്ത് നേരെ പോകുന്നത് നമ്മൾ മുക്കട അണ്ടർപാസിൻ്റെ അടുത്തോട്ടുള്ള ഭാഗത്തോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് നമുക്ക് വർക്കലയിലോട്ടുള്ള റോഡ് കടന്നു പോകുന്നുണ്ട്. പിന്നെ നേരെ നമുക്ക് പാരിപ്പള്ളിയിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കടന്നു പോകുന്ന റോഡ്, അതായത് പരവൂരിലോട്ട് പോകുന്ന റോഡ്, പിന്നെ പാരിപ്പള്ളിയിൽ നിന്ന് റൈറ്റിലോട്ട് കടക്കിലോട്ട് പോകേണ്ടത് നമ്മൾ ഈ ഒരു എക്സിറ്റ് എടുത്തിട്ടാണ്. നമ്മൾ ആദ്യം കാണുന്ന എക്സിറ്റ് എടുത്തിട്ട് വേണം കയറി പോകാൻ. അല്ലെങ്കിൽ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ പണി വാളും. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോൾ പ്ലാസ വരുന്ന സ്ഥലത്തോട്ട് പോകും. പിന്നെ കയറി പോകാൻ പാടാണ്. അപ്പോൾ പിന്നെ നമുക്കാണ്ട് ഇവിടെ എത്തുമ്പം വലത്തേ സൈഡിലായിട്ടാണ്ട് ഇവിടെ ഒരു എൻട്രി പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും. സർവീസ് റോഡിൽ നിന്ന് നേരെ ആറുവരി പാതയിലോട്ട് കയറി പോകുന്ന എൻട്രി പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പണികളൊക്കെ ഏകദേശം പൂർത്തിയായി ഇങ്ങനെ കിടക്കുകയാണ്. ഇനി നമുക്ക് പറയത്തക്ക രീതിയിൽ വലിയ പണികളൊന്നുമില്ല. ഇനി ലൈറ്റും കൂടെ കത്തിച്ചാൽ മാത്രം മതി. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ശിവാലയ കമ്പനിയുടെ പണികളൊക്കെ പൂർത്തിയായി കിടക്കുകയാണ്. പൂർത്തിയാവാനുള്ള ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ഥലം കൂടിയുണ്ട്. ഇത്തിക്കരയിലും മൈലക്കാട്, മേവറം, കല്ലുന്താഴം, കടവൂര് ഈ ഒരു ഭാഗത്തേക്ക് പണികൾ ഇനിയും പൂർത്തിയാവാനുണ്ട്. പിന്നെ മൈലക്കാടും മേവറത്തും കടവൂരും അവിടെ പൊളിച്ച് പണിയേണ്ട ഭാഗമാണ്. അവിടെ ഇപ്പം പണി തുടങ്ങിയിട്ടുണ്ട്. കടവൂര് തുടങ്ങിയിട്ടില്ല. ഇപ്പം മൈലക്കാടും മേവറത്തുമാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ നമ്മുടെ ഈ ഒരു വീഡിയോ എടുത്തതിൻ്റെ ബാക്കി ഇങ്ങനെ വരുന്നതായിരിക്കും. നമ്മളിനി നേരെ പാരിപ്പള്ളി ഭാഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പാരിപ്പള്ളി എത്തുന്നതിന് മുമ്പ് മുക്കടയിൽ അണ്ടർപാസ് ഇപ്പം നമുക്ക് കൃത്യമായിട്ടിപ്പം റോഡ് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എവിടെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പഴയ വീഡിയോ ഇനി പരിശോധിച്ച് നോക്കേണ്ടി വരും. എന്തായാലും നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പാരിപ്പള്ളി ഭാഗത്തായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോ ഏകദേശം ഒരു മാസത്തോളം ആയെന്ന് തോന്നുന്നു. ഞാനൊരു ഒറ്റയ്ക്ക് വന്നേച്ച് ഇവിടുത്തെ ഒരു വീഡിയോ ഒക്കെ ഞാനെടുത്ത് കാണിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്തൊന്നും ലൈൻ മാർക്കിങ് കൊടുത്തിട്ടില്ലായിരുന്നു. അന്ന് പാരിപ്പള്ളി ഇതിൻ്റെ മുകളിലൂടെയുള്ള ഫ്ലൈ ഓവറൊക്കെ ഓപ്പണാക്കി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങളോട് പറയാനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് പലപ്പോഴും വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് ഓർക്കുന്നത്. അത് സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എപ്പോഴും പറയാൻ ആലോചിക്കും. ഇപ്പം ഏകദേശം പണിയൊക്കെ ആറുവരി പാതയുടെ കഴിഞ്ഞുകൊണ്ട് വീണ്ടും അല്ല ആദ്യമായിട്ട് പറയുകയാണ് ഈ ഒരു കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഇടത്തേ സൈഡിൽ കാണുന്ന ആദ്യത്തെ 3 വരി, അതിൽ മീഡിയനോട് ചേർന്ന് വലത്തേ സൈഡിലായിട്ടുള്ളതാണ് ഒന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നടുക്കായിട്ട് കാണുന്നത് 2ാമത്തെ ലൈൻ. പിന്നെ ഏറ്റവും അറ്റം ഇടത്തേ സൈഡിലായിട്ട് കാണുന്നതാണ് 3ാമത്തെ ലൈൻ. 3ാമത്തെ ലൈനിൽ കൂടിയാണ് ഭാരം കൂടിയ വാഹനങ്ങൾ, ഏറ്റവും പതുക്കെ പോകുന്ന വലിയ വാഹനങ്ങളൊക്കെ പോകേണ്ട ആ ഒരു വഴി കൂടിയാണ്. പിന്നെ ഇടയ്ക്കായിട്ടുള്ള വഴി കൂടിയാണ് കാറും സ്പീഡിൽ പോകുന്ന വാഹനങ്ങളൊക്കെ ആയിട്ട് പോകേണ്ടത്. ഇടയ്ക്കായിട്ട് ഏറ്റവും വലത്തേ സൈഡിലായിട്ടുള്ള ലൈനാണ് ഓവർടേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈൻ. അതാണ് ഇപ്പം ഈ ഒരു ബസ് ഇപ്പം കടന്നു പോയ ലൈൻ. അത് ഓവർടേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈനാണ്. ഒരു കാരണവശാലും ഒരു വർഷത്തേക്ക് ഇപ്പം ആറുവരി പാത ഓപ്പണാക്കി കൊടുത്തെന്ന് പറഞ്ഞാലും ഏതൊരു ജില്ലയിൽ കൂടി ആയാലും പോകുമ്പോൾ നമ്മൾ ഏറ്റവും വലത്തെ എൻഡ് പിടിച്ച് ഒരിക്കലും യാത്ര ചെയ്യരുത്.
കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി എപ്പോൾ വേണമെങ്കിലും വാഹനങ്ങൾ വരാം. അതിപ്പം നമ്മൾ പല വീഡിയോയിലും പല റീൽസിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ വാഹനങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തേക്ക് ഞാൻ പറഞ്ഞിട്ട് രണ്ടാമത്തെ ലൈനിൽ കൂടിയായിരിക്കും മാക്സിമം പോകാൻ നമ്മൾ ശ്രമിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാരണവശാലും വളവ് വരുന്ന സമയത്ത് നമ്മൾ സ്പീഡ് ലൈന് വലത്തേ സൈഡിലുള്ളത് അതുവഴി പോകാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ വീട്ടിലെ കാര്യങ്ങളും പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത്, ഒന്നാമത്തെ കാര്യം. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന വാഹനം നമ്മൾ പോകുന്ന സ്പീഡ്, ആ ഒരു സ്പീഡിൽ അവരും തിരിച്ചിങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് വെട്ടിച്ച് മാറാനുള്ളൊരു സമയം പോലും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു വർഷത്തോളം 1-2 മാക്സിമം പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ ഇടയ്ക്കായിട്ടുള്ള ലൈനിൽ കൂടി പോകാൻ മാത്രം ശ്രമിക്കുക. നമ്മളിപ്പം പാരിപ്പള്ളി കഴിഞ്ഞിട്ട് നേരെ ശ്രീരാമപുരം ടോൾ പ്ലാസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ കൂടി പണി കഴിഞ്ഞിട്ടുണ്ട്. വലത്തേ സൈഡിലായിട്ട് ലൈൻ മാർക്കിങ് കഴിഞ്ഞ വീഡിയോയിലും കഴിഞ്ഞിട്ടുള്ളതായിരുന്നു. പിന്നെ കുറേ കൂടി പെയിൻറ്റിങ് വർക്കുകളും പിന്നെ വാഹനങ്ങൾ കടന്നു പോകുന്ന ടോൾ പ്ലാസയുടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടി കടന്നു പോകുന്ന ഭാഗത്തായിട്ട് കുറച്ചും കൂടി വർക്കുകളൊക്കെ കുറച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. മാർക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കടമ്പാട്ടുകോണം കഴിഞ്ഞ് നമ്മൾ കൊല്ലം ജില്ലയിലോട്ട് കയറി ഏകദേശം ഒരു കുറച്ച് കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ പാരിപ്പള്ളി കഴിഞ്ഞിട്ട് ശ്രീരാമപുരം എത്തുമ്പോൾ തന്നെ ടോൾ പ്ലാസയുണ്ട്. അതേപോലെ തന്നെ കൊല്ലം ജില്ലയിൽ നമ്മൾ ആലപ്പുഴ ജില്ല കഴിഞ്ഞ് പിന്നെ നേരെ കൊല്ലം ജില്ലയിലോട്ട് ഓച്ചിറ കയറുമ്പം തന്നെ ഓച്ചിറയിലും ടോൾ പ്ലാസയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ 2 റീച്ചായിട്ടാണ് ഉള്ളത്. ഒന്ന് വിശ്വസമുദ്ര കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചും പിന്നൊന്ന് ശിവാലയ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചും. വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിട്ട് ഏകദേശം ഒരു 5 മാസത്തിന് ശേഷം എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ശിവാലയ കമ്പനി കരാർ ഏറ്റെടുത്തത്. അപ്പോൾ വർക്ക് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ശിവാലയുടെ കമ്പനി കുറച്ചൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, പലയിടത്തും പൊളിഞ്ഞു വീണിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു കൺസ്ട്രക്ഷൻ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ കുറച്ചൊക്കെ പൊളിഞ്ഞു വീഴാം എന്ന് വേണമെങ്കിൽ പറയാൻ പാടില്ല, പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവാലയുടെ നമുക്ക് ഇത്രത്തോളം സ്പീഡിൽ ഇത്രത്തോളം വർക്ക് ഇത്രയും ആക്കിയെടുത്തതിന് നമ്മൾ ശിവാലയം നമുക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. എത്രത്തോളം എഫോർട്ട് എടുത്ത് അവർ ചെയ്ത് തീർത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ വീഡിയോ എടുത്ത ദിവസം പറയാൻ മറന്നുപോയിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 16, 2026 വ്യാഴാഴ്ച രാവിലെ 7 മണി കഴിഞ്ഞേച്ച് എടുത്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞേച്ച് പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു. നമ്മൾ മേവറം വരെയുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത് വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ചാത്തന്നൂർ വരെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ പാർട്ടായിട്ട് പിന്നെ ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ള വീഡിയോ നമ്മുടെ അടുത്ത പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിയൽ പരുവമായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പൂർണ്ണമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അന്ന് പിന്നെ പൂർണ്ണമായിട്ട് കാണിച്ചിട്ടുള്ള സമയത്ത് ഈ ഒരു ഭാഗത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഈ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ മാർക്കിംഗ് ഒന്നും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ നോക്കുമ്പോൾ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വലത്തേ സൈഡിൽ സർവീസ് റോഡിലും നോക്കിക്കഴിഞ്ഞാൽ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. വലത്തേ സൈഡിൽ ഇടത് ഭാഗത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ മുമ്പോട്ട് പോകുന്നിടത്ത് അവർ ഇരുമ്പിൻ്റെയൊക്കെ വേലി കെട്ടി തുടങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു കല്ലുവാതക്കൽ കഴിഞ്ഞിട്ട് നമ്മളിപ്പം നേരെ കല്ലുവാതക്കൽ എത്തിയിട്ടുണ്ട്. കല്ലുവാതക്കൽ കഴിഞ്ഞ ആ ഒരു വലിയ വളവുണ്ടല്ലോ, കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പം കുറേ നാളായിട്ട് പാറ പൊട്ടിച്ച് കളഞ്ഞിട്ടുള്ള ഒരു വളവൊക്കെ കഴിഞ്ഞ് കുറേ കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഇടത്തൈ സൈഡിലൊക്കെ ആയിട്ട് അവർ ഇരുമ്പിൻ്റെ വേലിയൊക്കെ നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ശിവാലയ കമ്പനിയുടെ ബാക്കിയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിക്കുന്നൊരു 1.5 വർഷം കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടവൂർ സിഗ്നൽ എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്ത് നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ആ ഒരു സ്ഥലത്ത് വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുണ്ട്. പിന്നെ മൈലക്കാട് ഇപ്പം പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡിലും ഇനി പൈലിംഗ് വർക്കുകൾ തീരാനുണ്ട്. പിന്നെ ഇത്തിക്കര ഭാഗത്തെ പണികൾ പൂർത്തിയാവാനുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നിക്കുന്നൊരു 1.5 വർഷം കൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ തുടങ്ങിയ സമയത്ത് ആദ്യമേ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക, എന്നാലേ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം കുറച്ച് ഹൈറ്റിലായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് പല സ്ഥലത്തും വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുന്നത് കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു മേവറം നമ്മൾ ആ കൊല്ലം ബൈപ്പാസിലോട്ട് കയറുന്ന ഭാഗത്ത് ഇടത്തെ സൈഡിൽ നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്നാണ് കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഡ്രോൺ പോകുന്നത്. ആ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തിയപ്പം അവിടെ ഡ്രോൺ താഴ്ത്തിയത്. അവിടെ നിന്നാണ് പിന്നെ തിരിച്ച് അങ്ങോട്ടങ്ങ് പോയത്. ആ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടിട്ട് അവിടെ മൊത്തം അളിഞ്ഞ് നാറുവാണ്. മാത്രമല്ല ഈ 6 വരി പാതയുടെ നിർമ്മാണം ഇപ്പോൾ കഴിഞ്ഞ് കിടക്കുന്ന പല സ്ഥലത്തും കൊണ്ടുവന്ന് ഈ ഒരു സൈഡിലൊക്കെ കൊണ്ടുവന്ന് പല ചെറിയ ചെറിയ കെട്ടായിട്ട് കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് അടിച്ച് കൂട്ടിയിടുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് കൊണ്ടിടുന്നതിൻ്റെ ഒരു കാര്യമൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട. ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ വേസ്റ്റിൻ്റെ കവറ് വന്നേച്ച് വെള്ളം ഒഴുകി പോകേണ്ട ആ ഓസിനകത്ത് വന്ന് തട്ടിയിട്ട് അടഞ്ഞിരിക്കും. ഒരു കരിയില വന്ന് വീണാൽ പോലും വെള്ളം ഒഴുകി പോകാത്തൊരു സിറ്റുവേഷനാണുള്ളത്. ആ ഒരു സമയത്ത് പ്ലാസ്റ്റിക് കവറെല്ലാം കൂടെ വന്ന് വെച്ച് ആ ഒരു കുഴലിൻ്റെ അടുത്ത് വന്ന് അടിഞ്ഞുകൂടി കിടക്കുമ്പം വെള്ളം പോകാതെ കിടക്കും. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ബൈക്കിൽ പോകുന്നവരെല്ലാം അവിടെ പെട്ടുപോകും. പിന്നെ നമ്മൾ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിക്കാരെ വഴക്ക് പറയും, ബാക്കിയുള്ളവരെല്ലാം ചീത്ത വിളിക്കും. ഒക്കെ നമ്മുടെ കയ്യിൽ പകുതിയൊക്കെ നമ്മുടെ കയ്യിൽ കുഴപ്പമുണ്ട്, ബാക്കി പകുതിയൊക്കെ അവരുടെ കയ്യിലും കുഴപ്പമില്ലെന്നല്ല. ചില സ്ഥലത്തൊക്കെ അവരുടെ കയ്യിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടാവാറുണ്ട്, കൂടുതലും നമ്മുടെ കയ്യിൽ നിന്നും ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ അങ്ങ് പോകുന്നു. നമ്മളിപ്പം ഇമാനുവൽ മാർത്തോമ ചർച്ച് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിയാൻ ബാക്കിയുണ്ട്, വലത്തെ സൈഡിൽ ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നിടത്ത് ഏതാണ്ട് ഇവിടെ ഇടയ്ക്കായിട്ട് മീഡിയൻ വരുന്ന ഭാഗത്തായിട്ട് പണി ഇനി ബാക്കിയുണ്ട്, കുറച്ചും കൂടെ പുരോഗമിക്കാനുണ്ട്. പിന്നെ 2 സൈഡിലും ക്രാഷ് ബാരിയറിനകത്ത് സ്ട്രീറ്റ് ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലുമായിട്ട് നമുക്ക് ഫുട്പാത്തിന് വേണ്ടിയിട്ടുള്ള തറയോടൊക്കെ പിടിപ്പിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റീലിൻ്റെ ആ ഒരു ഇരുമ്പിൻ്റെ ഒരു വേലി നമുക്ക് ഇടത്തെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഒരു ഭാഗത്തായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ കൊല്ലം ബൈപ്പാസിൽ നമ്മൾ കടവൂരൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് അവിടെ രണ്ട് സൈഡിലല്ല, ഒരു സൈഡിലായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവിടെ ഇതേപോലെ പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ വർക്കുകൾ ഇതിനിടയ്ക്കായിട്ട് കുറേയൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. നേരെ നമ്മളിനി വരുന്നത് ശീമാട്ടി ജംഗ്ഷനിലെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്കിപ്പോൾ സർവീസ് റോഡിൻ്റെയും പിന്നെ മെയിൻ റോഡിൻ്റെ ഇടയ്ക്കായിട്ട് ഇച്ചിരി സ്ഥലം ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. എന്താണെന്നൊരു പിടിയില്ല. എനിക്ക് വന്നിരിക്കുന്ന ഇവിടെ ഇനി അവർ വല്ല ഗാർഡനൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മളങ്ങനെ നേരെ ശീമാട്ടിയിലെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്രോച്ച് റോഡ് വരുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ശീമാട്ടി ജംഗ്ഷനിലെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് ദാണ്ട് ഇവിടെ ഒരു എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ അടുത്തോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയിട്ട് ഇപ്പം മെയിൻ റോഡ് വരുന്ന ഭാഗത്തൊക്കെയാണ് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുള്ളത്. 2 സൈഡിലും ഇപ്പോൾ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ലൈൻ മാർക്കിങ് നടക്കാനുണ്ട്. മാത്രമല്ല പിന്നെ അവിടെ 2 സൈഡിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തറയോടൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്കിപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് തന്നെ ഒരു ഇരുമ്പിൻ്റെ വേലി അവിടെയും നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് പണികൾ പുരോഗമിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ അങ്ങനെ പുരോഗമിച്ച് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ 2 സൈഡിലും ക്രാഷ് ബാരിയറിനകത്തൊക്കെ ഇവിടെ വെള്ളയും കറുപ്പും ലൈൻ മാർക്കിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ കാണിച്ചപ്പം എടുത്ത് കാണിച്ചിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ സർവീസ് റോഡിലോട്ട് എക്സിറ്റ് എടുത്ത് വരുമ്പം 3ാമത്തെ ലൈനിൽ വന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഇടത്തോട്ട് എക്സിറ്റ് എടുത്ത് വരുമ്പം അവർ ക്രാഷ് ബാരിയറിനകത്ത് ഇടത്തെ സൈഡിലെ ക്രാഷ് ബാരിയറിനകത്ത് സ്പീഡ് മെൻഷൻ ചെയ്തൊരു ബോർഡ് കൊടുത്തിരിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതേപോലെ ആയിരുന്നു അവിടെയും കൊടുത്തത്. അതായത് കാറും ലോറിയൊക്കെ പോകുമ്പം നമ്മൾ 50 കിലോമീറ്റർ സ്പീഡിൽ വേഗത കുറച്ച് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ എക്സിറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ 50 കിലോമീറ്റർ സ്പീഡിലായിട്ട് വേഗത കുറച്ച് പോകാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അത് പല സ്ഥലത്തും എക്സിറ്റ് വരുന്ന സ്ഥലത്തായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പല സ്ഥലത്തും അതേപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് പ്രവേശനമില്ല, ബൈക്കുകാർക്ക്, ട്രാക്ടറിന്, ഓട്ടോറിക്ഷ ഇത്രയും കാര്യത്തിന് 6 വരി പാതയിലോട്ട് ബൈക്കിന് അലോഡ് അല്ലെന്നുള്ളത് എഴുതി വച്ചിരിക്കുന്നത് പല സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ചാത്തന്നൂർ KSRTC ഹബ്ബ് വരുന്ന സ്ഥലത്തായിട്ടാണ് വരുന്നത്. അവിടെയാണ് പിന്നൊരു വെഹിക്കുലർ അണ്ടർപാസ് ഉള്ളത്. അതിന് മുമ്പ് നമ്മളെല്ലാം സിനിമാസൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെ മുമ്പോട്ട് പോകാൻ ഇവിടുന്ന് പിന്നെ നമ്മൾ കുറച്ച് ചെറിയൊരു വളവ് കഴിഞ്ഞേച്ച് പിന്നെ അത്യാവശ്യം നല്ല നീളത്തിലായിട്ടാണ് റോഡ് കിടക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ട് നമ്മൾ ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് കരുതാം. കാരണം ഓപ്പോസിറ്റ് ഏതെങ്കിലും വേട്ടാവളിയന്മാർ റോങ് ഡയറക്ഷനിലൂടെ കടന്നു വരുവാന്ന് നമുക്ക് കാണാനെങ്കിലും പറ്റും. വളവ് വരുന്ന സ്ഥലത്തൊക്കെ ഏതെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ആരെങ്കിലുമൊക്കെ കയറി വരും.
അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മൾ രണ്ടാമത്തെ ലൈനിൽ കൂടി മാത്രം കുറച്ച് സമയത്ത് കുറച്ച് നാളത്തേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരുമെന്നുള്ളതാണ് അതിൻ്റെ പലപ്പോഴും പല റീൽസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പിന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ 6 വരിപ്പാത 2 സ്ഥലത്തായിട്ട് എത്തുമ്പം 5 വരിപ്പാതയായിട്ട് വരുന്ന 2 സ്ഥലമുണ്ട്. ഒന്ന് നമ്മുടെ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം അവിടെ പഴയ പാലം 2 വരിയായിരിക്കും, പുതിയ പാലം 3 വരിയും. അങ്ങനെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ 5 വരിപ്പാതയായിട്ടായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങി വരുമ്പോൾ പിന്നെ 6 വരിപ്പാതയായിട്ട് വരും. അതുപോലെ തന്നെ കല്ലുംതാഴം ഭാഗത്ത് റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരുന്ന ഭാഗത്തായിട്ട് പിന്നെയും അവിടെയും 5 വരിപ്പാതയായിട്ടായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങി പിന്നെ ആയത്തിൽ ഭാഗത്തോട്ട് വരുമ്പോൾ വീണ്ടും 6 വരിപ്പാതയായിട്ടായിരിക്കും വരുന്നത്. പിന്നെ സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗമുണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലങ്ങൾ വരുന്ന സ്ഥലത്തായിട്ടാണ് സർവീസ് റോഡ് ഇല്ലാതെ വരുന്നത്. ഒന്ന് നമ്മൾ ഈ കൊല്ലം ബൈപ്പാസിലൊക്കെ നല്ല നീളത്തിനായിട്ട് പാലങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് റോഡിൽ നിന്നും പിന്നെ മെയിൻ റോഡിലോട്ട് ബൈക്കും ഓട്ടോറിക്ഷയൊക്കെ കയറി വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പം ശ്രദ്ധിക്കാതെ കയറി വരുന്ന സ്ഥലമാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ ഈ ഒരു 3ാമത്തെ ലൈനിൽ കൂടി പോകുന്ന ഭാരം കയറ്റിയിട്ടുള്ള വലിയ വാഹനങ്ങൾ ആ സമയത്തൊക്കെ ശ്രദ്ധിച്ച് പോകാൻ ശ്രമിക്കുക. ചിലപ്പം ബൈക്കുകാർ ശ്രദ്ധിക്കാതെ തന്നെ എൻട്രി പോയിൻറ്റിൽ കൂടെ പാലത്തിലോട്ട് കയറാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വലിയ വാഹനങ്ങൾ ഓടിച്ചു പോകുന്നവരായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. നമ്മളങ്ങനെ ചാത്തന്നൂർ ഭാഗത്തായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചാത്തന്നൂർ ഭാഗത്തെ വീഡിയോ കാണിച്ചപ്പം ഇപ്പുറത്തെ സൈഡിൽ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അവിടെ ടാറിങ്ങിൻ്റെ പണി കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. ഇപ്പം വലത്തേ സൈഡിൽ 2 സൈഡിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് 2ാമത്തെ ലെയർ ടാറിങ് വർക്കുകളും കഴിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു കറുത്ത തെളിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല അപ്രോച്ച് റോഡിൻ്റെ വലത്തേ സൈഡിലായിട്ട് അപ്രോച്ച് റോഡിൻ്റെ അവിടെ 6 വരിയിൽ വലത്തേ സൈഡിലായിട്ടുള്ള 3 വരിക്ക് ലൈൻ മാർക്കിങ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പണികളിപ്പം ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാത്തന്നൂർ കഴിഞ്ഞിട്ട് പിന്നെ മേവറം വരുന്ന ഭാഗത്തോട്ടാണ് പിന്നെ കൂടുതൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മൈലക്കാട് ഭാഗത്ത് പൈലിംഗ് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത്തിക്കര ഭാഗത്തായിട്ടുള്ള പണികൾ അതെല്ലാം നമ്മുടെ അടുത്ത വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ ഇത്രത്തോളം പണി ചാത്തന്നൂർ ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ ചാത്തന്നൂർ അപ്രോച്ച് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടുള്ള അണ്ടർപാസ് ഫ്ലൈ ഓവർ, ഈ ഒരു മിനി ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പം അവിടെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു അപ്രോച്ച് റോഡിനെയും പിന്നെ ഫ്ലൈ ഓവറിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ഭാഗത്ത് ഇടയ്ക്കായിട്ട് വരുന്ന ഭാഗത്തായിട്ടാണ് പിന്നെ പണി പുരോഗമിക്കാനുള്ള 2 സൈഡിലുമായിട്ട് കുറച്ചുകൂടെ പണി പുരോഗമിക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ മൈലക്കാട് ഭാഗത്തേക്ക് പണികൾ കഴിഞ്ഞാൽ പിന്നെ ശിവാലയുടെയൊക്കെ റീച്ച് പിന്നെയും കിടക്കുകയാണ്. കൊല്ലം ബൈപ്പാസിലൊക്കെ പൂർത്തിയാവാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം സമയമൊക്കെ എടുക്കും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ പണികൾ പുരോഗമിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശിവാലയ അത്രയും സ്പീഡിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ്. ഇതാണ് ചാത്തന്നൂർ ഭാഗത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ള അടുത്ത അപ്ഡേറ്റ് വരുന്നതായിരിക്കും. കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.